പണിയാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രചോദനമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ഉറക്കെ പറയൂ. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. ഞങ്ങൾ യാത്ര പോണത് ഞങ്ങളുടെ മൂത്താപ്പാന്റെ മോളെ വീട്ടിലേക്കാണ്. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവെ പോയി ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് ഈ പ്രായം കുട്ടികളൊന്നും നമ്മൾ ഒട്ടും പുറത്തിറക്കാറില്ല. അപ്പോൾ പുറത്തിറങ്ങാത്തത് കൊണ്ട് ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഇന്ന് എങ്ങോട്ട് നമ്മൾ പോണ സ്ഥലത്തിന്റെ പേരെന്താ? നെല്ലിക്കുത്ത്. അപ്പൊ പോവാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാല്, ഒന്ന് കുട്ടികളായിട്ടൊന്ന് പുറത്തു പോകണം. പിന്നെ രണ്ടാമത്തെ കാര്യം അവരുടെ പഴയ വീട് മാറ്റി വീടൊന്ന് റിന്യൂവൽ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം നമ്മൾ വിളിച്ചു. ഇന്നാണ് നമുക്ക് അതിനുള്ള ഒരു സൗകര്യം ഒത്തു വന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് വീടും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ പോയാലോ? പോവാ. അപ്പൊ ഇനി എന്റെ പിള്ളേരൊന്ന് പരിചയപ്പെടണ്ടേ നിങ്ങൾക്ക്? ഇതാരാണ്? ഇത് പറഞ്ഞു കൊടുത്താ പുതിയ ആളാണ്. ഉറക്കന് പറ, ഒന്നും കൂടെ ഉറക്കന് പറ. ഹൗവ. ഇതാരാണ്? പറഞ്ഞു കൊടുത്ത ആരാ? പറഞ്ഞു കൊടുത്ത ഉറക്കന് പറ, ഒന്നും കൂടെ ഉറക്കന് പറ. ഹെല്ല. ഇതാരാണ്? പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും. ഇതാരാണ്? ഫാത്തിമ. ഇതോ റിയ. ഇത് ഷാദി. അപ്പോ പിന്നെ നമ്മള് 9:30 പോവാൻ വിചാരിച്ചതാണ്. ഇപ്പൊ സമയം ഏകദേശം എത്രയായി മക്കളെ? 10:30. ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. എന്റെ കൂടെ എല്ലാ ആൾക്കാരും എന്നെ വൈകിച്ചതാണ് മനഃപൂർവ്വം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ പോകുന്നത് മഞ്ചേരി കഴിഞ്ഞ് നെല്ലിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജ്യേഷ്ഠത്തിയുടെ വീട്. അവിടേക്കാണ്. അപ്പോൾ അവരിപ്പോൾ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അത് കാണാനും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊന്ന് ചില്ലാക്കാനും വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോട്ടെ. പിന്നെ നമ്മൾ കറക്റ്റ് ഒരു 9:30 പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് വൈകി. ഞാൻ കാരണമാണ് വൈകിയത്. എന്തൊരു മണി കുട്ടി. അങ്ങനെ നമ്മൾ എവിടെ എത്തി മക്കളെ? സെമീറാത്താന്റെ വീട്ടിൽ എത്തിയില്ലേ? എല്ലാരും കൂടെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് വീടൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. സെമീറാത്താന്റെ വീട്ടിൽ നമ്മളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടില്ലേ? ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. എന്തൊക്കെയാണ് ഫാത്തിമ ഗിഫ്റ്റ്? ഏതാ സ്നേക്ക് പ്ലാന്റ്? അതല്ല ഇത്. എങ്ങനെ ഭംഗിയുണ്ടോ നോക്കട്ടെ. നമ്മൾ പുതിയ വീട് കാണുമ്പോൾ വെറുതെ പോകാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ 2 ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങി. അങ്ങനെ നമ്മൾ അവരുടെ മോളാണിത്. മോളെ കയ്യിൽ അത് ഏൽപ്പിച്ചു. വെൽക്കം ഡ്രിങ്കായി അവർ നമുക്ക് തന്നത് വാട്ടർമെലൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡയറ്റ് ഫുഡ് കൺട്രോളിലൊക്കെയാണ്. അതുകൊണ്ട് പഞ്ചസാര ഇട്ട ജ്യൂസ് ആയതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. എൻ്റെ ജ്യൂസ് ഞാൻ എൻ്റെ ആദ്യക്കുട്ടനെ കുടിപ്പിച്ചു. ഷൂട്ട് ചെയ്യണം. നമ്മളവിടെ എത്തുമ്പോൾ 11:30 സമയം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ അവർ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റിലൊക്കെ ആയിരുന്നു. പക്ഷേ ഫ്രൈഡ് റൈസൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി, ഡയറ്റൊക്കെ തെറ്റി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മളെ പ്രധാന ഉദ്ദേശം വീട് കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീടൊക്കെ ഒന്ന് കാണാം, എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. പുതുക്കി പണിതത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പഴയ വീട് പുതുക്കി പണിതതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണാം. പഴയ വീടിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം.
നമ്മള് വീടിന്റെ ഉൾവശം കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് വീട്. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ആദ്യത്തെ സിറ്റിംഗ് റൂം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സിറ്റ് ഔട്ടാണ്. നീളത്തിലാണ് സിറ്റ് ഔട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ടോട്ടൽ നീളം വരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുട്ടികൾ വിശാലമായ മുറ്റായതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ ചെന്നത് മുതൽ ഫുള്ള് കളിയായിരുന്നു. അവിടെ ചെന്നത് മുതൽ അവിടെ പോരുന്നത് വരെ കളിയായിരുന്നു. അപ്പം നമുക്കിനി വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ സിറ്റിംഗ് റൂം കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. നീളത്തിലാണ് സിറ്റിംഗ് റൂം. ഇവിടെ ഇങ്ങനെ ഒരു റൂമാണ്. ഈ റൂമില് മരത്തിന്റെ വേര് നല്ല പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയായി വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തായി ഈ റൂമും അപ്പുറത്തെ റൂമും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതേപോലെ ഒരു ഷെൽഫ് പോലെ പണിതിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മളിപ്പോ കണ്ട റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓഫീസ് റൂം. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓപ്പൺ ലിവിങ് ഏരിയ ആണ്. 2 സെറ്റാണ് സോഫ ഇട്ടിട്ടുള്ളത്. ലിവിങ് ഏരിയ കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഗം ഇതാണ്. ഇതവരുടെ പഴയ ഡൈനിങ് ഹാളാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഷോക്കേസുകളൊക്കെ ഈ ഒരു തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിലെ ഷോക്കേസും അതേപോലെ ഈ ഏരിയയിലെ ഷോക്കേസും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ അടുത്തുണ്ടോന്ന് കഴിഞ്ഞ കൊല്ലം ചിന്താ. ഈ റൂമിൽ അവരൊരു ദിവാൻ കോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീടാണ്. എന്നാൽ നല്ല ഭംഗിയുണ്ട് താനും. ഇതാണ് അവരുടെ ഡൈനിങ് റൂം. ഡൈനിങ് റൂമിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതവരുടെ പഴയ കിച്ചണായിരുന്നു. അതൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് ക്യാബിനൊക്കെ ഒഴിവാക്കി ഈ രൂപത്തിലാക്കി. എന്നെ ക്യാമറയിൽ സഹായിക്കുന്നത് ആ കണ്ണാടിയിൽ കാണുന്ന റിയയാണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ മോഡിഫൈ ചെയ്ത ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഷൂട്ടും കാര്യങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 4:30 അപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിച്ചു. നല്ല പൊക്കവടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിലോട്ട് കയറി. മുകളിൽ പഴയ പോലെ തന്നെയാണ്. അവർ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് വീടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വീടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡ് തന്നെ പറയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വീട് പുതുക്കി പണിത എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട് പുതുക്കി പണിതതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം.
അപ്പോൾ പേര് റസാഖ്, അബ്ദുൾ റസാഖ് ആണ്. അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ വീട് എന്താണ് പുതുക്കി പണിയാനുള്ള ഒരു കാരണം? ഇത് പുതുക്കി പണിയാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രചോദനമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. വൈഫാണ് അത് നമുക്കൊന്ന് പുതുക്കി പണിതാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളൊരാശയം ഉണ്ടായി, അങ്ങനെ പണിതതാണ്. പഴയ വീട് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു? പഴയ വീട് 2006 ഞങ്ങൾ പിന്നെ കുടിയിരുന്നത്. ഹൗസ് വാമിങ് കഴിഞ്ഞത്. ആ വീടും ഈ വീടും പറഞ്ഞ വ്യത്യാസം ഇപ്പൊ എന്താ തോന്നുന്നത്? അത് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിരുന്നു. ഫ്രണ്ട് ഭാഗമൊക്കെ അതിന് പിന്നെ സിറ്റ് ഔട്ട് വളരെ ചെറുതായിരുന്നു മെയിനായിട്ട്. സിറ്റ് ഔട്ട് വലുതാക്കി ഉണ്ടാക്കി. അതേമാതിരി ഓഫീസ് റൂം ഒന്ന് ചേഞ്ച് ആക്കി. ഓഫീസ് റൂം ആ ഭാഗത്തായിരുന്നു, അത് ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂം ഓഫീസ് റൂമാക്കി, ഓഫീസ് റൂം ബെഡ്റൂം ആക്കി. പിന്നെ ഫ്രണ്ട് മാറ്റിയില്ലേ? ഫ്രണ്ട് മൊത്തത്തിൽ ടോട്ടൽ ചേഞ്ച് ആക്കി. ഇതിന്റെ ആർക്കിടെക്റ്റ് ആരാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു? ഇതിന്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ നമ്മളെ ഒരു പിന്നെ മരുമകനുണ്ട്, ജ്യേഷ്ഠൻ്റെ മരുമകന്. അപ്പോൾ അവന് ആണ് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ചെയ്തു തന്നത്. അവനാണ് ആർക്കിടെക്റ്റ് ഇതൊക്കെ. ശരിക്കും ഇതിന്റെ ഉള്ളിൽ ഒരു പഴയ വീടുണ്ട് നമുക്ക് തോന്നൂല, കാരണം പുതിയൊരു വീട് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ താമസിക്കുമ്പോ പഴയ വീടും ഈ വീട്ടിൽ നിന്നുള്ള മാറ്റം എന്താ തോന്നുന്നത്? ഇപ്പൊ നമുക്ക് ഒന്നും കൂടി ഒരു പഴയ വീടാകുമ്പോൾ ഒന്നും കൂടി ഫ്രണ്ടിക്കൊക്കെ ഒന്നും കൂടി ഒരു കൺജസ്റ്റഡ് ആയിരുന്നു. ഇപ്പൊ ഫ്രണ്ടിക്ക് ഒന്നും കൂടി ഒരു ഓപ്പൺ ആണ്. ഇപ്പൊ വീടിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ? ഇനി വീടിന്റെ പണി പറഞ്ഞാല് മുഴുവനായിട്ട് കഴിഞ്ഞാന്ന് ചോദിച്ചാൽ ഇനി ഒരു 5% പണി കൂടി ബാക്കിയുണ്ട്. വിൻഡോക്കൊക്കെ കർട്ടൺ വെക്കണം. അങ്ങനെ ചെറിയ ചെറിയ പിന്നെ ഡൈനിങ് ടേബിള്, അതേമാതിരി ഒരു സോഫ സെറ്റ്, അങ്ങനെ ചെറിയ ചെറിയ വർക്കും കൂടി ഉണ്ട്. ഏതാണ്ട് 95% കഴിഞ്ഞെന്ന് പറയും. സെറ്റ് ഇനി ആ ഭാഗത്തൊരു സെറ്റ് ഇടണം. പിന്നെ ജനലിനൊക്കെ കർട്ടൺ വെക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളുള്ളൂ. പിന്നെ ഈ പിന്നെ ആൾമറുണ്ടതിന് ഭാഗത്തൊക്കെ അതിനൊക്കെ പിന്നെ ഇത് വെക്കണം, എന്താ പറയുക, നല്ല ലൈറ്റുകളോ ഇതൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം. വെച്ചിട്ട് മോഡിഫൈ ചെയ്യാണ്ട് ഒക്കെ വർക്കും കഴിഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷാണ്, ഹാപ്പിയാണ്. എല്ലാം ചെയ്തു. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? ഏകദേശം ബഡ്ജറ്റ് നിങ്ങൾ വിചാരിച്ചത് വന്നിട്ടുണ്ടോ അതോ അതിന് മേലെ വന്നിട്ടുണ്ടോ? നമ്മള് വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മള് വിചാരിച്ചതിൽ അധികം വന്നിട്ടുള്ളത്. നമ്മൾ അത്ര ഒന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു, എന്നാലും അതിലധികം വന്നപ്പോ. അതിപ്പോ ഒരു പഴയ വീട് പുതുക്കി പണിയുന്ന സമയത്ത് നമ്മൾ ആ പഴയ വീട് പൊളിക്കുക, പിന്നെ അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റുക. അപ്പൊ തന്നെ നമുക്ക് വർക്കിങ്ങിന്റെ ജോലിന്റെ പൈസ ഒക്കെ കൂടി വരികയാണ്. ആ ഒരു ഇതുണ്ട്. എന്തായാലും വീട് നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വൈഫ് പറഞ്ഞത് അടിപൊളിയായിക്കോളൂ. വൈഫിന്റെ പ്രചോദനാണ് വീടൊന്ന് പുതുക്കി പണി റിന്യൂവൽ ചെയ്യാനുള്ള ഐഡിയ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ആർക്കിടെക്ട് നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയത് കൊണ്ട് തന്നെ വീട് നല്ല ഉഷാറായിട്ടുണ്ട്. വളരെ വിശാലമായൊരു സിറ്റ് ഔട്ട് ഉണ്ട് അല്ലേ? സിറ്റ് ഔട്ടിൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടക്കാനും ഇരിക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. നടക്കാനും കുറച്ച് ആൾക്കാർ വന്നാലും ഒക്കെ നല്ല സൗകര്യമാണ് ഇപ്പോ. അതാണല്ലോ, ആളുകൾ വന്നാലൊക്കെ അവിടെ തന്നെ നമുക്ക് അവരായിട്ട് ഡീൽ ചെയ്ത് കഴിക്കാം. ഫാത്തിമ എന്ന് പറഞ്ഞ ഫാത്തിമ പറയണത് വലിയ മുറ്റുള്ളത് കൊണ്ട് രാത്രി പുറത്തുനിന്ന് കളിക്കാൻ നല്ല സുഖമാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല കളിക്കാം അല്ലേ? ഇനി നമ്മളെ വീട്ടിൽ പോകണ്ട. ഇതുപോലെ ഒരുപാട് ഐഡിയ ഒക്കെ പറഞ്ഞു. ഈ വീട് ഇത്ര മനോഹരമായി പുതുക്കി പണിയാൻ സഹായിച്ച ആർക്കിടെക്റ്റിന്റെ പേരെന്താണ്? ഇത് പുതുക്കി പണിയാൻ സഹായിച്ച ആർക്കിടെക്റ്റും എഞ്ചിനീയറും കൂടിയാണ്. നമ്മളെ മരുമകനാണ്, അനീഷ് ബാബു ആണ് പേര്. മലപ്പുറത്തുള്ള ആളാണ്. മൂപ്പര് മലപ്പുറത്ത് കോണ്ടാക്ട് വർക്കൊക്കെ ആയിട്ട് പോവാണ്. വീടിന്റെ ഒക്കെ കോണ്ടാക്ട് പണി ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ്. എന്തായാലും നല്ല മനോഹരമായ പ്ലാനാണ്. പ്രത്യേക ഒരു അഭിനന്ദനം ആർക്കിടെക്ട് അർഹിക്കുന്നുണ്ട്, അതിന്റെ എഞ്ചിനീയർ അനീസ് ബാബു അർഹിക്കുന്നുണ്ട്. എന്തായാലും വീട് വളരെ മനോഹരമാണ്. ഇത്രയുമാണ് വീടിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങള്.
അപ്പൊ ഇത്രയുമാണ് വീടിന്റെ വിശേഷങ്ങള്. അപ്പൊ ഇനി ഞങ്ങൾ ഇടക്കിടക്കാണ് വരണ്ടേ. ആയിക്കോട്ടെ, നിങ്ങൾ ഇടക്കിടക്ക് വരും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കും വൈകുന്നേരം അടിപൊളി ഭക്ഷണം തന്നതിന് ഒരു പ്രത്യേക നന്ദി. ഞങ്ങൾ രാവിലെ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു. രാവിലെ തന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും വീടിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവെച്ചതിന് റസാഖലിക്ക് പ്രത്യേക നന്ദി, ഹൃദയത്തിൽ നിന്നും നന്ദി. താങ്ക് യു. അപ്പൊ നമ്മുടെ റിയക്ക് ജ്യേഷ്ഠത്തിന്റെ മോളാണ്. അപ്പൊ റിയക്ക് ഈ വീടിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് നോക്കാം. റിയ, എന്താണ് വീട് മാറ്റിയത്? നല്ല സന്തോഷമുണ്ട്. മാറ്റിയതിലുള്ള സന്തോഷമുണ്ട്. പഴയ വീടും ഈ വീടും തമ്മിൽ എന്താ മാറ്റം തോന്നുന്നത്? പഴയ വീടിനായിട്ട് ഒന്നുകൂടിയും സൗകര്യം കൂടി അല്ലേ? പിന്നെ എന്തൊക്കെ തോന്നുന്നത്? അഭിപ്രായങ്ങൾ പറയേ. സൗകര്യം കൂടി, പിന്നെ ഒന്നുകൂടിയും ഭംഗി. അതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കോൺട്രിബ്യൂഷന് ഈ വീടിന് വേണ്ടിയിട്ട്? അവളെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവള് പിന്നെ വളരെ ഉഷാറായിരുന്നു. ഈ വീട് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ അവള് നല്ല ഉഷാറായിട്ട് ഇതിലൊക്കെ നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അവളെ എല്ലാ കാര്യത്തിനും അവള് മുന്നിട്ടുണ്ടാവും. എന്ത് സാധനം വാങ്ങിക്കൊണ്ടായാലും ഇതിനൊക്കെ അവൾ എന്റെ കൂടെ വരാറുണ്ട്. എല്ലാ ഹെൽപ്പും അവള് ചെയ്ത് തരാറുണ്ട്. അപ്പൊ നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. അപ്പൊ ഉഷാറാണുള്ള ആള്. അവള് ഉഷാറാണ്. ഇപ്പോൾ സമയം രാത്രിയായി. ഞങ്ങൾ ഇതിനിടയിൽ ഞങ്ങളുടെ അമ്മായിയുടെ മോളെ വീട്ടിലും ഒന്ന് പോയി. വീട് ഹൗസ് വാമിങ് കഴിയാത്ത വീടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ വേറൊരു വീഡിയോയിൽ അമ്മായിയുടെ മോളെ വീടും വിശേഷങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ രാത്രിയായിട്ടും കുട്ടികളെ കളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അവരെപ്പോഴും കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മക്കളെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നെല്ലിക്കുത്ത് നല്ല ഉഷാറുണ്ടോ? പോണോ? വേണ്ടേ? എന്നാ ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ഉറക്കെ പറയൂ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ? അവസാനിപ്പിച്ചതിന് മുമ്പ് എല്ലാവരും ഷംനാസ് ടിപ്സ് ആൻഡ് ടോക്സ് എന്ന് ഉറക്കനെന്ന് പറഞ്ഞാണ്. അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ഏതിലൂടെ? അപ്പൊ അതുവരെ എല്ലാവരും സുഖമായിരിക്കുക. ടാറ്റാ, ബൈ ബൈ.